ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം. ഫസ്റ്റ് കാർഡ് എംപ്രസ് ആണ്. ഇത് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു എനർജിയിലായിരിക്കും ഇന്നത്തെ ദിവസം ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ദിവസമാണ്. അതുപോലെ നിങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് ഫീമെയിൽ എനർജിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഗ്യാതറിങ്ങിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ അബണ്ടൻസിൻ്റെയാണ്, മാനിഫെസ്റ്റേഷൻ്റെയാണ്, മദർഹുഡിൻ്റെയാണ്, അതുപോലെ തന്നെ ഫെർട്ടിലിറ്റിയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും കൂടെയൊക്കെ കാർഡാണ് എംപ്രസ്. അപ്പോൾ നിങ്ങളിന്ന് എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു നല്ല എനർജി ആയിരിക്കും, നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും. അതുപോലെ നിങ്ങൾ എവിടെയാണോ ഉള്ളത് നിങ്ങൾക്ക് അവിടെ അബണ്ടൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ മദർഹുഡിൻ്റെ എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മദർലി എഫെക്ഷൻ ആയിരിക്കും എല്ലാവരോടും ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങളൊരു വളരെ നേച്ചർ ലവിങ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഇന്നേ ദിവസം. പെറ്റ് ലവിങ് ആയിരിക്കും, നേച്ചർ ലവിങ് ആയിരിക്കും. അതുപോലെ മദർഹുഡ് മീൻസ് എല്ലാത്തിനോടും ഒരു തരം മദർലി അഫെക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്. ഫെർട്ടിലിറ്റി മീൻസ് എല്ലാ രീതിയിലും നമ്മൾ ഫെർട്ടൈലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റീവായിരിക്കും, വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എല്ലാ രീതിയിലും ഫെർട്ടൈലായിരിക്കും. അങ്ങനെ ഒരു എനർജിയാണ്. പിന്നെ ക്രിയേറ്റിവിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, പുതിയ കാര്യങ്ങൾ, പുതിയ ആശയങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് എംപ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കാർഡ്. അബണ്ടൻസിൻ്റെയും മാനിഫെസ്റ്റേഷൻ്റെയും ഒക്കെ കാർഡാണ് എംപ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കാർഡ് 9 ഓഫ് കപ്സ് ആണ്. ഒരുതരം ആൾക്കൂട്ടത്തിൽ തനിയെന്നുള്ളൊരു ഫീലിംഗ് ആണ്. അതുപോലെ ഒരു മടി പിടിച്ചിരിക്കുന്ന എനർജിയാണ്. അതുപോലെ എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുമ്പോഴും ഒരു നിർവികാരതയെന്നോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ എന്നോ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുക എന്നൊക്കെ തന്നെയാണ്. നിങ്ങൾ ഏതവസ്ഥയിലാണോ ഉള്ളത് അവിടെ മടി പിടിച്ചിരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളായിരിക്കാം, നല്ലൊരു വൈബിലായിരിക്കും നിങ്ങളുള്ളത്. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ തനിയായി പോകുന്നൊരു എനർജിയാണ് 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മടിയുടെയൊക്കെ എനർജിയാണ് കേട്ടോ. മടിയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് ആത്മവിശ്വാസം കൂടുതലായിരിക്കും. ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടിരിക്കുവാണ്, അതുകൊണ്ടെല്ലാം എവറിത്തിങ് വിൽ ബി കം ആഫ്റ്റർ മീ എന്നുള്ളൊരു തോന്നലായിരിക്കും 9 ഓഫ് കപ്സ്. ഇച്ചിരി ആത്മവിശ്വാസം കൂടിയിട്ടുള്ളൊരു എനർജിയൊക്കെയാണ് 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഡ്രീം കം ട്രൂ എന്നോ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്നോ സക്സസ് എന്നോ ഒക്കെയാണ്. സക്സസ് ഒക്കെ നമ്മൾക്ക് പിന്നാലെ തന്നെ വരും എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. ദെൻ 2 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തോ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. മേ ബി നമ്മൾ ഒരാളെ സെർച്ച് ചെയ്യുന്നതായിരിക്കാം, ഒരു ആവശ്യമുള്ളൊരു കാര്യം സെർച്ച് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോണായിരിക്കാം, മെസ്സേജസ് ആയിരിക്കാം, കോൾസ് ആയിരിക്കാം, ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ കമ്മ്യൂണിക്കേഷനുമായി കൂടുതൽ അലയൻഡ് ആയിരിക്കും. അതായത് ഫോണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന പോലെയാണ് കാണുന്നത്. മേ ബി ആരുടെയെങ്കിലും സ്റ്റാറ്റസ് അപ്ഡേഷനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വെയർ അബൌട്ട്സ് തേടുന്നതോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ഒരു സെർച്ചിങ് എനർജിയാണ് 2 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു യാത്രയുടെ പ്രിപ്പറേഷൻസ്, പോണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്. അതുപോലെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം ഹഡിൽസ് വരാൻ സാധ്യതയുണ്ട്, എന്തെല്ലാമാണ് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഇങ്ങനെ നെല്ലും പതിരും തിരിയുക എന്ന് പറയുന്നൊരവസ്ഥയാണ് 2 ഓഫ് വാണ്ട്സ്. അപ്പോൾ നമ്മളതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് മുഴുവൻ ആലോചിക്കും, വേണോ വേണ്ടയോ എന്ന് ആലോചിക്കും, പോയാൽ എന്താകും, പോയില്ലെങ്കിൽ എന്താകും, പോകണോ വേണ്ടയോ, ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് പോകാമെന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് 2 ഓഫ് വാണ്ട്സ് പറയുന്നത്. അതുപോലെ ഇങ്ങനെ നമുക്ക് ഈ കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്യുമല്ലോ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 2 ഓഫ് വാണ്ട്സ് നമ്മളിങ്ങനെ എന്തോ ഒരു കാര്യത്തെ ചേസ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ വെയർ അബൌട്ട്സ് അറിയാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു എനർജിയാണ് 2 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കാർഡ് ഹാങ്ഡ് മാൻ ആണ്. ഒരു തരം
സ്റ്റക്ക് എനർജിയാണ്, ശരിക്കും സ്റ്റക്ക് എനർജിയാണ്. ഒരു എന്താ പറയുന്നത്, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നമ്മൾ സ്റ്റക്കായി പോകത്തില്ലേ, നേരെ നിന്ന് നോക്കാൻ പറ്റാത്ത വിധം തലം കുത്തി പോകത്തില്ലേ, അത്തരത്തിലുള്ളൊരു ചിന്താഗതി. എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചത്, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ആലോചിച്ച് എന്തുകൊണ്ടെന്നുള്ള ചിന്തയിൽ നമ്മൾ ചിന്തകൾ മാറി ചിന്തിക്കത്തില്ലേ, അങ്ങനെ ആയിരിക്കും, പിന്നെ ആലോചിക്കുക അങ്ങനല്ല ഇങ്ങനെ ആയിരിക്കുമോ, അങ്ങനെ നമ്മൾ മാറി നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റി ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഹാങ്ഡ് മാൻ. അതുപോലെ തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുക, ഇൻഡിസിഷനായിരിക്കുക, അതുപോലെ തീരുമാനം എടുത്തിട്ട് അത് മാറ്റി വെക്കുക, പ്രോക്രാസ്റ്റിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തേണ്ട ദിവസമാണെങ്കിൽ നിങ്ങൾ ആ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ശരിക്കും തലംകുത്തി നിൽക്കുക എന്ന് വെച്ചാൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ വരുമ്പം നമ്മൾ പറയത്തില്ലേ, ഈ എൻ്റെ തലംകുത്തി നിൽക്കുക എന്ന് പറയത്തില്ലേ, ആ എനർജിയാണ്. അതുപോലെ സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. എനിക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല, ബാക്കി എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സ് ചെയ്യുക എന്നുള്ള രീതിയിൽ സറണ്ടർ ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ടും വിട്ട് കളയുക. നമുക്ക് ഇങ്ങോട്ട് ഇല്ലാത്തൊന്നും അങ്ങോട്ടും വേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങോട്ട് വേണ്ട, നമുക്ക് ആവശ്യമില്ലാത്തതിനെയൊക്കെ നമ്മൾ സറണ്ടർ ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് വിടുന്ന ഒരു എനർജി കൂടിയാണ് ഹാങ്ഡ് മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോക്രാസ്റ്റിനേഷനാണ്, തീരുമാനം എടുക്കാൻ പറ്റാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക, ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെ ഭയങ്കര മാനസികമായിട്ട് സംഘർഷപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഹാങ്ഡ് മാൻ എന്ന് പറയുന്നത്. ദെൻ പേജ് ഓഫ് സ്വോർഡ്സ്, പഴയ ചതി ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ കൂടെ നിന്ന് ചതിച്ചിട്ട് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് പറ്റിച്ചിട്ട് പോകുന്ന ആളുകൾ, കൂടെ നിന്നിട്ട് ഹൃദയത്തിൽ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തിയിട്ട് പോയ ആളുകൾ, സെയിം റെപ്പിറ്റേഷനാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് വീണ്ടും പഴയ ആ പെയിൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും വീണ്ടും റിപ്പീറ്റഡ്ലി അത് തന്നെ ആവർത്തിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതൊക്കെയാണ് പേജ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. പഴയ കാര്യങ്ങൾ, പഴയ പെയിനിനെ കുറിച്ച് ആലോചിക്കുക, വീണ്ടും അത് ആവർത്തിക്കുവാണോ എന്ന് ആലോചിക്കുക, ഈ പെയിനിൽ തന്നെ നിൽക്കുക, അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുക. അപ്പോൾ നമുക്കൊരു ഇൻഡിസിഷനാണ്, ഇനി നമ്മളിതിൽ എന്ത് തീരുമാനം എടുക്കണം, മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നതാണ് പേജ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ പാഠം ഉൾക്കൊള്ളിച്ചിട്ടുള്ള, നമുക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ മുറിവുണ്ടാക്കിയിട്ടുള്ള ചില ആളുകളുണ്ടാവും നമ്മുടെ പാസ്റ്റിൽ. അപ്പോൾ അവരെക്കുറിച്ച് ആലോചിക്കുക, അവർ തന്ന പെയിൻ ആലോചിക്കുക. അങ്ങനെ ഒരു പെയിൻ ഓൾറെഡി കിട്ടിയിട്ടുള്ളതുകൊണ്ട് വീണ്ടും പെയിൻ ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് തീരുമാനം എടുക്കാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ് പേജ് ഓഫ് സോർട്സ്. ഓക്കെ, പെയിൻ കിട്ടുമെന്നറിയാമെങ്കിൽ പിന്നെ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ദെൻ 4 ഓഫ് കപ്സ് ആണ്, ഒരു തരം കടുത്ത നിരാശയാണ്, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം സ്റ്റക്കായിരിക്കുക, പഴയതിനെ ഓർത്തിട്ട് പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് സന്തോഷിക്കുക. പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ പുതിയ കാര്യങ്ങളും അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പഴയ കാര്യം എന്ത് നല്ലതായിരുന്നു വെച്ചോ അത് മതിയായിരുന്നു എന്ന് വിചാരിക്കത്തില്ലേ, അതാണ്. അതായത് പുതിയൊരു കാര്യത്തിനെ സ്വീകരിക്കാൻ പറ്റാത്ത വിധം പാസ്റ്റിൽ കുടുങ്ങിപ്പോകുന്നതാണ് ഈ 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. കടുത്ത നിരാശയാണ്, കടുത്ത റിഗ്രറ്റാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ടുള്ളൊരു കുറ്റബോധമാണ്, പിന്നെ ഓവർ തിങ്കിങ് ആണ്, സ്റ്റക്കായി പോകുന്ന എനർജിയാണ്, പിന്നെന്താണ് ധ്യാന നിമഗ്നനായിരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യണം, ആലോചിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും എന്നാലോചിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. കടുത്ത നിരാശയാണ്, ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് എന്താണ് ഒരു ധ്യാനം, നമ്മൾ ശരിക്കും നമ്മളിലേക്ക് നോക്കുന്ന ഒരു എനർജിയാണ് 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അതായത് ധ്യാനത്തിലിരിക്കുക എന്ന് പറയാൻ പറയല്ല, നമ്മളെ തന്നെ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയിരുന്നിട്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് ഈ 4 ഓഫ് കപ്സ് എന്ന് പറയുന്ന എനർജി. 3 ഓഫ് വാണ്ട്സ് ആണ്, ഇതൊരു യാത്രയുടെ കാർഡാണ്. യാത്ര പോകുന്നതിൻ്റെ മുന്നൊരുക്കങ്ങൾ, പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനാണ്. അപ്പോൾ ചിലപ്പോൾ ഇന്നൊരു യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 2 ഓഫ് വാണ്ട്സും ഒരു യാത്രയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 3 ഓഫ് വാണ്ട്സ് നിങ്ങളുടെ നിങ്ങൾ എക്സ്പാൻഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളൊക്കെ ഉള്ള ആളുകളാണ്, നിങ്ങളൊരു റണ്ണിങ് ബിസിനസ്സൊക്കെ നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾ അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ, വിദേശത്തേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു എനർജി ആയിരിക്കും. അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ പറ്റാതെ നിൽക്കുന്ന ആളുകൾ വിദേശത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കുന്ന എനർജി ആയിരിക്കും. അതും അല്ലെങ്കിൽ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻസ് നടത്തുന്ന ഒരു എനർജിയാണ് 3 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. അത് എന്തായാലും നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ പുറത്തേക്ക് പോകാം അല്ലെങ്കിൽ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് 3 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ ഹൈ പ്രീസ്റ്റസ് ആണ്, ഇതൊരു വ്യക്തതയില്ല, കാര്യങ്ങൾക്ക് നിഗൂഢമായിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വെളിവാകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അറിയാത്ത എന്തൊക്കെയോ സത്യം ഇതിന് പിന്നിലുണ്ട്, നിങ്ങൾ അറിയാത്ത എന്തൊക്കെയോ സത്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് മുന്നിൽ വെളിവാകും എന്നുള്ളൊരു എനർജിയാണ് ഹൈ പ്രീസ്റ്റസ്. ഇതൊരു സ്പിരിച്വൽ ഫീമെയിൽ എനർജിയാണ്. ഇവർ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ലേഡിയാണ്. ചിലപ്പോൾ നിങ്ങളൊരു ഹൈലി സ്പിരിച്വൽ ലേഡിയിൽ നിന്ന് നിങ്ങൾ ഗൈഡൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്, അതാണ് ഹൈ പ്രീസ്റ്റസ്. പിന്നെ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും,
വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ പറ്റും. ഗട്ട് ഫീലിംഗ് കൂടുതലായിരിക്കും. അത്തരത്തിലുള്ള ഒരു എനർജിയാണ്. അതുപോലെ ദൈവവുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ദിവസമായിരിക്കും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അറിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നും നിങ്ങളിപ്പോൾ എന്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു സത്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഗുരുവാകാൻ പറ്റും എന്നുള്ളതാണ് ഹൈ പ്രീസ്റ്റസ്. കാരണം നിങ്ങൾക്കിന്ന് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. ദെൻ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു പുതിയ സ്നേഹം ഒരുപക്ഷെ നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം. ഇതൊരു റിയൂണിയൻ്റെ കാർഡാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പം പിണങ്ങി നിൽക്കുന്ന ആളുകൾ തമ്മിൽ കൂടിച്ചേരുന്നതായിരിക്കാം. ഒരു സ്പിരിച്വൽ ഇമോഷണൽ അവേക്കനിങ് വരുന്നു എന്നുള്ളതാണ്. ഇത് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത അട്രാക്ഷനൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. എവിടെയോ മുമ്പ് കണ്ടിട്ടുള്ളതാണല്ലോ എന്നൊരു തോന്നലൊക്കെ വരാൻ സാധ്യതയുണ്ട്. പുതിയതായിട്ടൊരാളാണ് ലൈഫിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ. അതല്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആളുകൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ പരസ്പരം ഒരു കമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിലേക്കൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഇനി ഇത് ചിലർക്ക് ചില സർപ്രൈസുകൾ കിട്ടാൻ സാധ്യതയുണ്ട്, ഗിഫ്റ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്, അതുപോലെ പുതിയൊരു ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് വാൺസ് ആണ്. ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുക, അതുപോലെ ഒരു പുതിയ ജേർണിയാണ്, ഒരു പുതിയ യാത്ര, പുതിയൊരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആശയം എന്തു തന്നെയായാലും ആ ആശയം പ്രവർത്തിപ്പിക്കാൻ പറ്റിയ സമയമാണിപ്പോൾ. കാരണം ഏറ്റവും നല്ല സമയത്താണ് നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുതിയ എന്താശയമാണോ വരുന്നത് അത് ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്ത് കാര്യം നിങ്ങളുടെ മനസ്സിൽ വന്നാലും നിങ്ങൾ ധൈര്യമായിട്ടത് വർക്കൗട്ട് ചെയ്തോണം. കാരണം അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ദിവസമാണെന്നാണ് കാണുന്നത് കേട്ടോ. ഒരു പുതിയ ഫയറാണത്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾക്ക് വേണമെന്ന് അതിയായ ആഗ്രഹമുള്ള അഭിനിവേശമുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. പോകുന്ന വഴിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിൽ പോലും ഇന്നത്തെ ദിവസം അത് തുടങ്ങാൻ പറ്റിയ സമയമാണെന്നാണ് ഏസ് ഓഫ് വാൺസ് പറയുന്നത്. ബോട്ടം വരുന്ന വേൾഡ് കാർഡാണ്. സക്സസിൻ്റെയും വിക്ടറി, സക്സസ്, കംപ്ലീഷൻ ഇതിൻ്റെയൊക്കെ എനർജിയാണ് വേൾഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ഡാൻസിങ് ലേഡിയാണ്. അപ്പോൾ നിങ്ങളുള്ളിൽ നിന്ന് ചിരിക്കുമായിരിക്കും, സന്തോഷിക്കുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ചുറ്റും ഒരുപാട് വേറെ എനർജി സക്കേഴ്സ് ഉണ്ട്. അവരെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നു, ഹാപ്പി ആവുന്നു എന്നാണ്. ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലൊരു സമ്പൂർണ്ണമായ സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവിടെ ഒരു ഡാൻസിങ് ലേഡി എന്ന് പറയുന്നത് ആ ലേഡി മാത്രമാണ് ഹാപ്പി ആയിട്ടുള്ളത്, ചുറ്റുമുള്ള ആളുകൾ ഹാപ്പിയല്ല. അല്ലെങ്കിൽ ഇവർ പുറമെ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹാപ്പിയാണെന്ന്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഹാപ്പിയല്ല. പിന്നെ ഇതൊരു സൈക്കിളിൻ്റെ എൻഡാണ്. അതായത് നിങ്ങളൊരു കാർമിക് സൈക്കിളിൽ പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നല്ലൊരു പാഠം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങളുടെ ഒരു ജീവിത ചക്രം തന്നെ പൂർത്തിയാകുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ചില മനുഷ്യരുമായിട്ടുള്ള ആത്മബന്ധം നിങ്ങൾക്ക് അവസാനിപ്പിച്ച് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ചില ആളുകൾ മോക്ഷത്തിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങളുടെ ലൈഫിലുള്ള അവരുടെ കർമ്മ അവസാനിച്ചവർ പിൻവാങ്ങുന്നതായിരിക്കും. അതൊക്കെയാണ് വേൾഡ് കാർഡ് പറയുന്നത്. അപ്പോൾ ചില ആളുകളുമായിട്ടുള്ള ആത്മബന്ധം ചിലപ്പോൾ അവസാനിച്ച് പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു കാർമിക് സൈക്കിൾ എൻഡാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ആളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡായി പോകുന്നതായിരിക്കാം. എന്തായാലും ഒരു സൈക്കിൾ തന്നെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.